നമ്മൾ ഇന്നൊരു വൈകുന്നേരം ഒരു ഈവനിങ് വാക്കിനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എംസിഡയിലാണ്. മാൾട്ടയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയിലാണ് എംസിഡ എന്ന് പറയുന്നത്. നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളും മാത്രമല്ല നമ്മളെപ്പോലുള്ള ഒരുപാട് ജോലിക്കായിട്ടും മറ്റു ആവശ്യങ്ങൾക്കായിട്ടും ഒക്കെ ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ആളുകളും ഒക്കെ ഒരുപാടുള്ള ഒരു ഏരിയയാണ് കേട്ടോ എംസിഡ എന്ന് പറയുന്നത്. ഈ ഏരിയയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കടൽ ഇങ്ങനെ കയറി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴത്തേനും ഈ വാം ലൈറ്റിന്റെ ആ ഒരു വെളിച്ചമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന ആ ഒരു കാഴ്ചകൾ, പിന്നെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന ഒരുപാട് ചെറിയ 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 ബോട്ടുകൾ ഒക്കെ ഇങ്ങനെ കടലിൽ ഇങ്ങനെ കാണാം. ഇത് കണ്ടോ, ഈ ഒരു ചെറിയ ബോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സോളാറ്, ചെറിയ ബെഞ്ച്, ഡെസ്ക്, ഒരു ചെറിയ വീട് തന്നെയാണ് കേട്ടോ അത്. ഈ കാഴ്ച ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതായത് ഒരു ചെമ്മാനമാണ്. ചെമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അതായത് ഇങ്ങനെ സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു ആകാശം, ആ ഒരു ചെറിയ കാർ മേഘങ്ങൾ പോലെ തോന്നിക്കുന്ന ആ ഒരു മേഘങ്ങളുടെ ഒരു ഷെയ്ഡിങ്, പിന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുന്ന ആ ഒരു കടലിൻ്റെ ആ ഒരു ഏരിയ. ഞാൻ പറഞ്ഞ പോലെ തന്നെ വാം ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ഇതാണ് കേട്ടോ എംസിഡ ചർച്ച്. ആ ഒരു എംസിഡ ചർച്ചിന്റെ കാഴ്ച ഈ ഒരു വാം ലൈറ്റിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചർച്ചിന് നമ്മൾ പിന്നിട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഈ വഴി, ഈ സ്ട്രെയിറ്റ് വഴി നേരെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ബീച്ച് ഏരിയയിലേക്ക് ചെല്ലും കേട്ടോ. ആ ഒരു ബീച്ച് ഏരിയ ഭയങ്കര രസമാണ്. ഈ ഒരു സമയത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ആ ഒരു സമയത്തേക്ക് ഈ ഒരു വൈകുന്നേരം, ഇപ്പൊ ഒരു വൈകുന്നേരമായല്ലോ, കുറച്ചും കൂടെ സമയം ഒന്ന് ലേറ്റ് ആകുമ്പോഴത്തേനും നമ്മൾ കറക്റ്റ് ആ ഒരു ബീച്ച് സൈഡിലേക്ക് എത്തും കേട്ടോ. അപ്പോഴത്തേക്ക് അവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോഴത്തേക്ക് നമ്മളിത് അങ്ങോട്ട് നടന്ന് നടന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വാക്ക് വേയിലൂടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ നടക്കാൻ പറ്റുന്ന ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ആളുകൾ, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ വന്നിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ കാണാം. ഇതുണ്ട്, നമ്മൾ ഈ കാണുന്ന പോലെ തന്നെയാണ് കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു കടലിൻ്റെ കാഴ്ചകളും. ഇന്നൊരു ഞായറാഴ്ചയാണ്, അപ്പോൾ എല്ലാവർക്കും ഒരു വീക്കെൻഡ് സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംസിഡിയിലെ ഈ ഒരു വഴികളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുക, അവരുടെ സമയം ചെലവഴിക്കുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. അവരുടെ മുമ്പിലുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ആ ഒരു ചെയറിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ മുമ്പിലത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആണ്. നല്ല ഒരു ആകാശം, നല്ല കടല്, ഈ സൈഡിൽ കാണുന്ന എല്ലാം ഹോട്ടൽസ്, ബിൽഡിങ്സ് ഒക്കെയാണ് കേട്ടോ. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ താമസിക്കുന്ന ഹോട്ടൽസ് ആവാം, അല്ലെങ്കിൽ അവരുടെ വീടുകൾ, മൾട്ടീസ് വീടുകളാകാം. ഈ കാണുന്നത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞ ഈ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകളുടെ ഓരോരോ ബോട്ടുകളാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷെ എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽസ് ആണ്. ഒരു ബോട്ട് പോലെയുള്ള മറ്റൊരു ബോട്ട് നമ്മൾ ഈ വണ്ടികൾ പോലെയാണ്. വണ്ടികൾ ഇങ്ങനെ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരിക്കുന്ന പോലെയാണ്. ഒരു ബോട്ടിന്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല മറ്റൊരു ബോട്ടിന്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് ആളുകളൊക്കെ വന്നിട്ട് ഈ ഒരു വഴികളിലൂടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു വഴി ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ പതിയെ പതിയെ നടക്കുകയാണ് കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മെയിൻറ്റെയിൻസ് അല്ലെങ്കിൽ അതൊക്കെ നിർമ്മിച്ച് ഈ കടലിലേക്ക് ഇറക്കുന്ന ആ ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. ഈ ബോട്ടുകൾക്ക് ചെറിയ കംപ്ലൈന്റ് ഒക്കെ ആകുമ്പോഴത്തേനും ഇങ്ങോട്ട് കൊണ്ടുവരും. അത് ചെറിയൊരു മെയിൻറ്റെയിൻസും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വീണ്ടും അത് കടലിലേക്ക് ഇറക്കുന്ന അല്ലെങ്കിൽ പുതിയ ബോട്ടുകൾ പണിയുന്ന ആ ഒരു ഏരിയയൊക്കെയാണ് കേട്ടോ ഇത്. ഇതൊക്കെ കുറച്ചു കാലം കഴിഞ്ഞ് കടലിൽ ഇറങ്ങി നല്ല കുതിര പായുന്ന പോലെ പായേണ്ട ചെറിയ ബോട്ടുകളാണ് കേട്ടോ കിടക്കുന്നത്. ഇതുണ്ടോ, ഇതിന്റെ എഞ്ചിൻ സൈഡ്, ഇത് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ ആ ഒരു ഡയറക്ഷൻ മാറ്റുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏരിയകളിലേക്ക്, ഈ ഓടിക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഏരിയയിലേക്ക് ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ പറക്കുന്നു കേട്ടോ കടലിൽ കൂടെ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പൊ ഇതൊരു കാർ വർക്ക്ഷോപ്പ് പോലെ, ഒരു ചെറിയ ബോട്ട് വർക്ക്ഷോപ്പാണ് ഈ കാണുന്നത്. ഇത് ഈ കാണുന്നത് കണ്ട, ഈ പുറകെ കാണുന്നത് ഇതൊരു വലിയ ബോട്ടാണ്. അതിങ്ങനെ പണി തീർന്നു വരുന്നു. അതൊക്കെ ഉടനെ കടലിലേക്ക് ഇറങ്ങും, ഉടനെ അധികം താമസിക്കാതെ. അപ്പോഴത്തേക്കും നമുക്ക് നേരെ ആ ഒരു സ്ട്രീറ്റിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ട് ആ വോക്ക് വേയിൽ കൂടെ നമുക്ക് കുറച്ചും കൂടെ മുന്നിലേക്ക് നമുക്ക് പോവാം. നമ്മളിങ്ങനെ പതിയെ പതിയെ ഇതുവഴി ഇങ്ങനെ ഈ ഒരു സമയത്ത്, ഈ ഒരു ഈവനിങ് സമയത്ത്, സൺസെറ്റ് കഴിഞ്ഞതേ ഉള്ളൂ, ഈ ഒരു സമയത്ത് ഇങ്ങനെ നടക്കുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. വെറുതെ ഇതുവഴി നടന്നാലും നമുക്കൊരു മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ഒരുപാട് തിരക്കുണ്ട്, എന്നാലും ഒരുപാടധികം വലിയ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ മാൾട്ടയിലെ സെന്റ് ജൂലിയൻസ് ഏരിയയിലേക്ക്, ഏരിയയിൽ പോയി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. നമ്മൾ ആ ഒരു പാർട്ടി പബ് ഏരിയയിലേക്കൊക്കെ പോകുമ്പോഴത്തേനും ഭയങ്കര തിരക്കായിരുന്നു, നടക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു തിരക്കില്ല. നമുക്കൊരു സമാധാനത്തോടെ അത്രയും ക്രൗഡിന്റെ ഇടയ്ക്ക് കൂടെ നടക്കുന്ന ഒരു 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 കൺജസ്റ്റഡ് ഫീൽ കിട്ടാതെ നമുക്ക് ഇതുവഴി നടക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ബോട്ടാണ്. അപ്പൊ ഈ ബോട്ടിന്റെ അടിയിൽ ആ ഒരു എഞ്ചിന്റെ ഭാഗത്തായിട്ട് ഇവർ LED ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോഴത്തേക്ക് ഈ കടലിന്റെ അടിയിൽ ലേസർ ലൈറ്റ് ഒക്കെ ആവാം. ഈ കടലിന്റെ അടിയൊക്കെ ഉണ്ടോ, അതെന്തൊരു ഇങ്ങനെ മിന്നി ആ ഒരു നീല കളർ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത്
ഇത് ഇവര് ലീസിന് കൊടുക്കുന്ന ബോട്ടുകളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബോട്ടിന് ഓണേഴ്സ് ഒക്കെ വന്നിട്ട് അതിങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത ദിവസത്തേക്കുള്ള അടുത്ത ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ആയിരിക്കാം. നമ്മളിങ്ങനെ ഹോട്ടലിലെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് അടുത്ത ആൾക്ക് വേണ്ടി കൊടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിങ്ങനെ ലീസിന് കൊടുക്കുന്ന ഒരു സംഭവമായിരിക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു വഴി ഇങ്ങനെ മുന്നിലേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് മുകളിൽ നിന്നൊക്കെ ഓരോ റൂട്ടിൽ കൂടെയൊക്കെ വരുന്ന ബസ്സുകളും ഒക്കെ നമ്മളെ ഇങ്ങനെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഈ ഒരു വഴിയിലൂടെ ഒരു നടത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നല്ല ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ഒക്കെ ആളാണെങ്കിൽ നമുക്ക് ഇതുവഴി നടന്നാൽ നമുക്കൊരു സമാധാനം കിട്ടും കേട്ടോ. എല്ലാ റെസ്റ്റോറൻറ്റിലും നല്ല ആൾത്തിരക്കുണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ല തിരക്ക് പിടിച്ച ഒരു അന്തരീക്ഷമാണ്. കാര്യം ഞായറാഴ്ചയാണല്ലോ. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു റെസ്റ്റോറൻറ്റിലേക്കും ഹോട്ടലിലേക്കും ഒക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു നല്ലൊരു തിരക്കുള്ളൊരു നല്ലൊരു സമാധാനമുള്ളൊരു ദിവസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഞായറാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. ശനിയാഴ്ച ഞായറാഴ്ച എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പതിയെ മുന്നിലേക്ക് പോവാം. ഈ കാണുന്ന ഒരു ഹോട്ടലാണ്, ഇതിന്റെ മുകളിൽ ഹോട്ടലാണ്, അതിന്റെ താഴെ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഈ റെസ്റ്റോറന്റിനകത്ത് എന്നെ അട്രാക്ട് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് ലൈറ്റ് സെറ്റിംഗ് ഉണ്ടോ. നമ്മൾ ഈ അകലേന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഭംഗി തോന്നും. അവിടെ കയറി ഇരുന്ന് എന്തെങ്കിലും ഒരു ചായ എങ്കിലും കുടിക്കണം എന്ന് നമുക്ക് തോന്നും. അത്ര ഭംഗിയായിട്ടാണ് ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ആർക്കിടെക്ചർ ഭംഗിയാണ് എന്നെ ഏറ്റവും അധികം ഇവിടെ ഒരു ഇങ്ങനെ പിടിച്ചു ഉലച്ചത്. നമുക്കത് നോക്കി നിൽക്കാൻ തോന്നും ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ. അപ്പോഴത്തേക്ക് നമ്മൾ നേരെ മുന്നിലേക്ക് പോവുകയാണ് കേട്ടോ. ആ ഒരു ചെടി വരെ നല്ലതായിട്ട് വെട്ടി അറേഞ്ച് ചെയ്തിട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് നോക്കുക. അപ്പൊ നമുക്ക് പതിയെ പതിയെ ഇങ്ങനെ മുന്നിലേക്ക് പോവാം. ഒരുപാട് ആളുകൾ എൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ കൊടുത്തിരിക്കുന്നത് നമ്മൾ കുറച്ചു മുമ്പ് അകലേന്ന് കണ്ട ആ ഒരു ഹോട്ടൽ, ആ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവിടെയും നല്ല തിരക്കാണ്. അപ്പൊ നമുക്ക് അവരെല്ലാം പിന്നിട്ടുകൊണ്ട് നമ്മളിങ്ങനെ പതിയെ മുന്നിലേക്ക് പോവുകയാണ്. ആ ചെടികളെയും ആ ഒരു ബിൽഡിങ്സിനെയൊക്കെ പിന്നിട്ടുകൊണ്ട്. ഈ കാണുന്നതെല്ലാം മോഡേൺ ബിൽഡിങ്സ് ആണ് കേട്ടോ. നമ്മൾ ഈ അടുത്ത വശത്ത് കാണുന്നതെല്ലാം. കാര്യം ഇതൊരു ഒറിജിനൽ മാൾട്ടീസ് ബിൽഡിങ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ എൻ്റെ വീഡിയോസ് മുന്നേ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. നമ്മൾ ഒറിജിനൽ മാൾട്ടീസ് ബിൽഡിങ്സിന്റെ പുറത്തേക്ക് ആ ഒരു ബാൽക്കണിയൊക്കെ കുറച്ച് തള്ളി ഒരു പ്രത്യേക സ്റ്റൈലായിരിക്കും ഈ ഒറിജിനൽ മാൾട്ടീസ് ബിൽഡിങ്സിന്. പക്ഷെ ഇതൊക്കെ ഒരു മോഡേൺ ബിൽഡിങ്സ് ആണ്. ഇതൊക്കെ ഹോട്ടൽസ് ആണ്. ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ചെറിയ ചെറിയ ഷോർട്ട്ലെറ്റ്സ്, കുറച്ച് കാലത്തേക്ക് താമസിക്കുന്ന ഹോട്ടൽസ് ആണ് കേട്ടോ. ഈ കൊടുത്തിരിക്കുന്നതൊക്കെ ചെറിയ ചെറിയ വഴിയോര റെസ്റ്റോറൻറ്റുകളാണ്, സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റ്സ് കുറച്ചും കൂടെ റേറ്റ് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിരിക്കും. നമ്മളൊരു വലിയൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുന്നതിൻ്റെ പകുതി പൈസ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്കാണ് കുറച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കാം. നമ്മുടെ നാട്ടിൽ തട്ടുകടയിലൊക്കെ നമ്മൾ കഴിക്കുന്ന പോലെ ആ തട്ടുകടയുടെ ഒരു മോഡേൺ ഒരു വേർഷനാണ് ഈ കാണുന്ന സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റ്സ് കേട്ടോ. അപ്പൊ നമ്മൾ അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ പല കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നത്. ചില വഴികളിലൊക്കെ അത്രയും പ്രകാശമല്ല. നമ്മൾ കുറച്ച് വന്ന വഴികളിലൊക്കെ നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വഴികളിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് അത്രയും ഒരു ലൈറ്റിങ്ങിന്റെ ഏരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഇത് മറ്റൊരു സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്, ബൈറ്റ്സ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ മുന്നിലൂടെയാണ് നമ്മളിങ്ങനെ പാസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ചില്ലുകൂട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ ചായക്കടയിലൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ ഇഷ്ടം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ ചെന്ന് പറയാം. വലിയ റേറ്റും ആവില്ല. നമ്മൾ വലിയൊരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കുന്ന നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്രയും റേറ്റും ആവില്ല, അഫോർഡബിൾ ആണ്. നമുക്ക് ഈസി ആയിട്ട് വന്ന് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏരിയകളിൽ നല്ല തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ ചില റെസ്റ്റോറൻറ്റ്സിന്റെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ ആ ഒരു വിവര പട്ടിക, ആ ഒരു ലിസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന റേറ്റിനുള്ളതാണെങ്കിൽ നമുക്ക് കയറാം, നമുക്ക് കഴിക്കാം. അങ്ങനെ ഇതൊരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ അതും പിന്നിട്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നത്. നല്ല സമാധാനമുള്ള നല്ല വഴിയോരങ്ങൾ കേട്ടോ. എല്ലായിടത്തും ലൈറ്റിങ്ങിന്റെ പരിപാടി നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല ലൈറ്റിംഗ്, നല്ല സെറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വാം ലൈറ്റ്, ചിലയിടത്ത് നല്ല വാം ലൈറ്റ്, ചിലയിടത്ത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് എല്ലാം ആ ഒരു റെസ്റ്റോറൻറ്റിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പൊ നമ്മൾ നടന്ന് നമ്മളിവിടെ ചെറിയൊരു ഫൗണ്ടെയിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ എംസിഡയിലെ ഈ ഒരു ഏരിയയിലെ പ്രധാനപ്പെട്ട ഒരു വാട്ടർ ഫൗണ്ടെയിൻ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല രീതിക്കുള്ള ഒരു അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടെയിൻ ആണ്. ആ ഒരു ഫൗണ്ടെയിനും അതിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങളും എല്ലാം ഇതുണ്ടോ ഈ ഒരു സ്ട്രീറ്റിന്റെ ആ ഒരു സൈഡിലായിട്ടാണ് ഈ ഫൗണ്ടെയിൻ. ഈ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്ട്രൈറ്റ് വഴി കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ബീച്ചാണ് കേട്ടോ. നമ്മൾ ഇപ്പൊ അങ്ങോട്ടാണ് നടന്നു പോകുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ഫൗണ്ടെയിൻ നമ്മളെ ഗഡത് ആകർഷിച്ചത്. അപ്പോഴത്തേക്കും ഈ ഫൗണ്ടെയിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് നോക്കാം. ഇത് കണ്ടോ, കറക്റ്റായിട്ട് ഒരു ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നു. താഴെ ആ ഒരു ഭാഗമുണ്ട് കേട്ടോ. ആ താഴെ ഭാഗത്തും കറക്റ്റായിട്ടുള്ള സ്പേസിൽ ഓരോരോ ഇടവേളകളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്.
അതിങ്ങനെ താഴെ വന്നിട്ടുള്ള ആ ബീമിൽ ഇങ്ങനെ തട്ടിത്തെറിക്കുന്നു. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ അവിടെ നിന്നാണ് കുറച്ച് മുമ്പ് ആ ഷോട്ടുകൾ എടുത്തത്. മുഴുവൻ റെസ്റ്റോറൻറ്റ്സ് ആണ്, മുഴുവൻ അതുപോലുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ആളുകൾ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന്റെ മുകളിലൂടെയും കണ്ടോ, ആ ഒരു മുകളിലൂടെയും ആളുകൾ ഇങ്ങനെ പാസ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുവഴി നമുക്ക് നേരെ മറ്റൊരു ഏരിയയിലേക്ക്, നമ്മൾ മുമ്പേ ആ ബസ്സൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടില്ലേ, ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. പല വഴികളിലേക്ക് തിരിയുന്ന ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ എംസിഡ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നേരെ നടന്നിട്ട് നമുക്ക് മുന്നിലേക്ക് ബീച്ച് സൈഡിലേക്ക് പോവാം. പോകുന്ന വഴിക്ക് തന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലൈറ്റ് സെറ്റിംഗ് മാത്രമല്ല, ഇതുണ്ടോ ഈ കൊടുത്തിരിക്കുന്നുണ്ടോ, ഒരു ഫ്ലവർ, ചെറിയൊരു ഫ്ലവർ വൈസ് ആണ്. അതിലേക്ക് ലൈറ്റ്, സ്പെഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നമുക്കത് കാണുമ്പോഴേ അവിടെ ചെന്നിരുന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി നമുക്ക് തോന്നും. അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനെങ്കിലും നമുക്ക് തോന്നും. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ അതും അതിനെയും പിന്നിലേക്കാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ പതിയെ നടക്കുകയാണ്. അപ്പം നമ്മളിത് നോക്കിയിരുന്ന, നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന നമ്മൾ ആ ഒരു ബീച്ച് സൈഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ബീച്ച് സൈഡ് വരുമ്പോഴത്തേനും ഇവിടെ ഒരുപാട് ആളുകൾ, നമ്മളെപ്പോലെ തന്നെ ഇവിടെ ജോലിക്കായിട്ട് എത്തിയിരിക്കുന്ന ആളുകൾ, വെറൈറ്റി ആയിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ആളുകൾ, കപ്പിൾസ്, അങ്ങനെയുള്ളവരെല്ലാം ഇവിടെ ഇരുന്നിട്ട് അവരുടേതായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവരുണ്ട്. അപ്പൊ ഈ നേരെ നോക്കുമ്പോഴത്തേന് ഇതൊന്നും അല്ല നമ്മളെ മെയിൻ ആയിട്ട് അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വെളിച്ചം ഉണ്ടല്ലോ, ഈ വാം ലൈറ്റ്, ആ ഒരു പ്രകാശമൊക്കെ ഇങ്ങനെ ആ ഒരു കടലിലേക്ക് ഇങ്ങനെ തട്ടി ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. അത് കാണാൻ വേണ്ടി തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കാം. നമുക്കൊരു മനസ്സിന് കുറച്ച് നല്ലൊരു സമാധാനം കിട്ടും. കുറച്ച് നേരം ഇങ്ങനെ ഈ കടലിലേക്കൊക്കെ നോക്കിയിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും. ഇതുണ്ട് ഈ കൊടുത്തിരിക്കുന്നുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന ചിക്കനൊക്കെ വന്നിട്ട് ഗ്രില്ല് ചെയ്ത് ബാർബിക്യൂ ഒക്കെ ആയിട്ട് കഴിക്കുന്നവര്, അങ്ങനെ ബാർബിക്യൂ മെഷീൻ ഉണ്ടല്ലോ, അതിങ്ങനെ ചെറുതൊക്കെ അവർ കൊണ്ടുവരും, ബീച്ച് സൈഡിൽ വെക്കും. അങ്ങനെ അവർ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ കണ്ടത്. അപ്പോഴത്തേക്ക് നമ്മളിതാ മറ്റൊരു റെസ്റ്റോറൻറ്റിന്റെ മുന്നിലൂടെ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്യുകയാണ്. അവിടെ ഫുട്ബോൾ മാച്ച് ഒക്കെ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വേൾഡ് കപ്പ് ഒക്കെ നടക്കുവാണല്ലോ. അപ്പോഴത്തേക്ക് അവർ ഫുട്ബോൾ മാച്ച് ഒക്കെ കണ്ട് അവർ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോഴത്തേക്കും നമ്മൾ അതിനെയും നമ്മൾ എല്ലാത്തിനെയും നമ്മൾ പിന്നിലേക്കൊക്കെ നടക്കുകയാണ് കേട്ടോ. ഒന്നിനെ നമ്മൾ വെറുതെ വെക്കുന്നില്ല. അപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ആ ഒരു ബീച്ച് സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ പാസ് ചെയ്യുന്നത് കേട്ടോ. ഇതുണ്ടോ, ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന ഒരു മൾട്ടീസ് കുടുംബമാണ്. അവരിങ്ങനെ ബാർബിക്യൂ ഒക്കെ ഗ്രില്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പച്ചൻ നേരെ അത് റെഡി ആയിട്ടുള്ളതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. തീയൊക്കെ നല്ല ആളി പറക്കുന്നു, നല്ല രസമാണ് കേട്ടോ. അതൊക്കെ ഒരു ഫാമിലി ആയിരിക്കാം കേട്ടോ. ഇത് ഫ്രണ്ട്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു ഫാമിലി ആയിരിക്കാം അത്. അവർ വന്നിട്ട് അവരുടേതായിട്ടുള്ള ഒരു എൻജോയ്മെന്റ്, അവരുടേതായിട്ടുള്ള സ്പേസ് അവരിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു ബീച്ച് സൈഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റെസ്റ്റോറൻറ്റുകൾ, ചെറിയ ചെറിയ ബാറുകളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഈ ബാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ഒരുപാട്, നമ്മുടെ നാട്ടിലെ ഒരു ബാറിന്റെ ഒരു അന്തരീക്ഷമല്ല ഇവിടെ കാണുന്നത്. എല്ലാവരും ഫാമിലി ആയിട്ടും പിള്ളേരായിട്ടും എല്ലാവരും ഇവർ ഈ ബാറ് വരും. എന്നിട്ട് മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാം, ബാക്കിയുള്ളവർക്ക് വെറുതെ ഇരിക്കാം. ഇതുണ്ടോ, നമ്മൾ ഈ പോകുന്ന വഴിക്ക് കണ്ട 2 പേരാണ് കേട്ടോ. അവർ എൻ്റെ ക്യാമറ കണ്ടപ്പോഴേ നേരെ വന്നിട്ടുണ്ട്, രണ്ട് പോസ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ആ ഒരു ബീച്ചിന്റെ കാഴ്ചകളും എല്ലാം നമ്മൾ കണ്ടു. അപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ഈ വഴി നമ്മളിങ്ങനെ പതിയെ മുന്നിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഈ വാം ലൈറ്റിന്റെ ഒരു അന്തരീക്ഷം, പിന്നെ ഇതുവഴി ഇങ്ങനെ നടക്കാനുള്ള ഒരു സുഖം, അതൊന്നും നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല കേട്ടോ. നല്ല രസമാണ്. നമ്മളിങ്ങനെ ഈ ഒരു വഴിയോരം ഇങ്ങനെ പിടിച്ച് നടക്കുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതുണ്ടോ, ഞാൻ ഏറ്റവും അകലെ കണ്ടപ്പോഴത്തേനുണ്ടല്ലോ, ഇത് കുറച്ച് അകലത്തെ ഉള്ള ഒരു കാഴ്ചയാണ്. ഒരു വീട് മുഴുവൻ ഇങ്ങനെ ഒന്ന് കത്തുകയാണ്. എന്നുവെച്ചാൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടേ ഓരോ ബാൽക്കണീൻ്റെ ഓരോ ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിളങ്ങുകയാണ്. ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു കേട്ടോ അവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ ഒരു അന്ധകാരം ഉള്ള, എന്താ പറയുക, ഇരുണ്ട ഏരിയകളിലൊക്കെ നമ്മൾ ഇങ്ങനെ പിന്നിട്ട് കൊണ്ട് നമ്മൾ നല്ല വെളിച്ചമുള്ള നമ്മൾ ആ ഒരു പള്ളിയുടെ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഈ ബ്രിഡ്ജിൽ കൂടെയാണ് കുറച്ച് മുമ്പ് നമ്മൾ അങ്ങോട്ട് പോയത്. നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ തന്നെ തിരിച്ച് നമ്മൾ ബസ് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന ഭാഗമാണ്. ഇനി കുറച്ചും കൂടെ കാഴ്ചകൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഏറ്റവും അകലെയുള്ളൊരു ചെറിയ ബോട്ടിൽ ഒരു ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു കാഴ്ച കണ്ടോ. അവർ ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് കടലിൽ നിന്ന് അടുത്ത് ബോട്ട് കൊണ്ടുപോയിട്ടിട്ട് അതിനകത്തിരുന്ന് ഫുഡ് കഴിക്കുക, അതിനകത്തിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാണ്. ഇങ്ങനത്തെ കുറച്ച് നമ്മൾ സ്ഥിരം നമ്മുടെ നാട്ടിൽ നിന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു ലൈഫൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ഈ താഴേക്ക് നോക്കുമ്പോൾ കുറച്ച് ആളുകളൊക്കെ അവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്രാവ് വന്ന് കുരുങ്ങും എന്നുള്ള രീതിയിൽ പ്രതീക്ഷയിൽ അവരിങ്ങനെ
മീൻ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ കുറേ നേരം ഈ മീൻ പിടിക്കുന്ന ഒരു ലഹരിയാണല്ലോ. അതിങ്ങനെ അതിൻ്റെ ആ ഒരു കിക്കിൽ അവരിങ്ങനെ മീൻ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളിനി അടുത്ത ബസ് പിടിച്ചിട്ട് നമ്മളിങ്ങനെ നേരെ വീട്ടിലേക്ക് പോകണം. നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങ് അകലെ നിന്നും ഈ റൈറ്റ് സൈഡ് എടുക്കണം, അങ്ങ് അകലെ നിന്നും നമ്മുടെ ബസ് ഇങ്ങനെ പതിയെ പതിയെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കതിങ്ങനെ നോക്കി നിൽക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ. നമ്മൾ ഇന്ന് കുറേ കാഴ്ചകളിലേക്ക് നമ്മൾ പോയി, ഒരു ഈവനിങ് വാക്കിലേക്കൊക്കെ പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂറോപ്യൻ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.